എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ കല്യാണം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും മക്കളും ഒഴിക്കുക ബാക്കിയുള്ളവരൊക്കെ കല്യാണത്തിന് പോകണ്ടേ. പണ്ടൊക്കെ വിളിച്ചിന കല്യാണത്തിനൊക്കെ ഓടിച്ചെല്ലലുണ്ടായി കേട്ടോ. ഇപ്പൊ അങ്ങനെ ലൈസു ആയിഷും ഉണ്ടായാരെ പിന്നെ ഞാൻ കല്യാണത്തിന് പോയാൽ കുറവാണ് കേട്ടോ. രാവിലത്തെ ചായന്റെ കടി ബാക്കിയുള്ളത് ഉച്ചക്കും കൂട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് നിന്നതായിരുന്നു ഞാൻ. പക്ഷെ എന്താ അറിയില്ല, അവരൊക്കെ കല്യാണത്തിന് പോയി ചോറും ബിരിയാണിയൊക്കെ തിന്നല്ലോ. അപ്പൊ എനിക്കൊരിത്, അതുകൊണ്ട് തന്നെ ഞാനൊരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ് അങ്ങോട്ട് ഉണ്ടാക്കി, കൂടെ ബീഫ് കറിയല്ല, ഒരു കുഞ്ഞ് ഗ്രേവി. നെയ്ച്ചോറ് ആദ്യം തന്നെ അങ്ങോട്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് തന്നെ ബീഫ് ഉണ്ടാക്കാൻ നോക്കി. കുക്കറിലോട്ട് ആദ്യം തന്നെ ഉലുവൊക്കെ ഇട്ടിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കാണ്. അതിൽ തന്നെ ബീഫും മസാലകളൊക്കെ ചേർത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വിസിലരിപ്പിച്ച. പിന്നെ കൂട്ടത്തിൽ പപ്പടം ഇല്ലാതെ പറ്റൂലല്ലോ, പപ്പടമാണ് മെയിൻ. നെയ്ച്ചോറിന്റെ കൂടെ അതൊക്കെ മസ്റ്റാണ്. മക്കളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ച പടനെ ഞങ്ങൾ അങ്ങോട്ട് ചോറുന്നാൻ തുടങ്ങി. ചിലതൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തോ ഒരു ടേസ്റ്റാണ്. ഇളം ചൂടുള്ള നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ പപ്പടും പോരെ. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊക്കെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ടാറ്റാ.